കുതിരസവാരിയിലുള്ള ചികിത്സയാണ് ഹിപ്പോതെറാപ്പി. നമ്മുടെ നാട്ടിൽ അത്രയേറെ സാധാരണയല്ലാത്ത ഒരു ചികിത്സാ രീതിയാണ്. വളരെ സമയമെടുത്ത് സൗഖ്യമാക്കുന്ന ഒരു പണി ആയതുകൊണ്ട് പൊതുവേ നമ്മുടെ നാട്ടിൽ അത്ര പ്രശസ്തമൊന്നുമായിട്ടില്ല. വിദേശങ്ങളിൽ പല സ്ഥലങ്ങളിലും കുതിരസവാരി കൊണ്ടുള്ള ചികിത്സ, ഹിപ്പോതെറാപ്പി, ഹിപ്പോ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കുതിര എന്നാണ്. വളരെ സമയമെടുത്ത് സൗഖ്യമാക്കുന്ന ഒരു പണി ആയതുകൊണ്ട് പൊതുവേ നമ്മുടെ നാട്ടിൽ അത്ര പ്രശസ്തമൊന്നുമായിട്ടില്ല. വിദേശങ്ങളിൽ പല സ്ഥലങ്ങളിലും കുതിരസവാരി കൊണ്ടുള്ള ചികിത്സ, ഹിപ്പോതെറാപ്പി, ഹിപ്പോ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കുതിര എന്നാണ്. ഹിപ്പോപ്പൊട്ടാമസ് എന്നുള്ള വാക്ക് ലഘുവായിട്ടുള്ള മാനസിക അസ്വസ്ഥതകൾ, ഇനി ഈ മെൻ്റൽ ഡിസബിലിറ്റി, ഓട്ടിസം ഒക്കെ അതൊരു രോഗം എന്ന് പറയാനില്ലാത്തൊരവസ്ഥയാണ്. ഇതിൻ്റെ സൈക്കോ ന്യൂറോളജിക്കൽ, മാനസികവും നമ്മുടെ ബ്രെയിനിൻ്റെയും സ്പൈനിൻ്റെയും കോശങ്ങൾ സംബന്ധിച്ചൊക്കെയുള്ള പല കോർഡിനേഷനും ഹിപ്പോതെറാപ്പി സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് പുറമേ കാണാവുന്നതിൽ കൂടുതൽ ഉള്ളിൽ സംഭവിക്കുന്ന പൊതുവേ ശരീരത്തിൻ്റെ മസിലുകളൊന്ന് ഉറയ്ക്കാൻ അതിനൊരു കോർഡിനേഷൻ കിട്ടാനായിട്ട് സഹായിക്കും. സാധാരണ ആളുകൾക്ക്, ഇപ്പോൾ പ്രായമുള്ളവർ, ചെറിയ കുട്ടികൾ, അവർക്കൊക്കെ സഹായിക്കുന്നത് ശരീരത്തിൻ്റെ പോസ്ചർ നേരെയായിട്ടിരിക്കാൻ. ഇപ്പോഴത്തെ അങ്ങനെ കൂടിയിരുന്ന് പോകാൻ പറ്റില്ല. അപ്പോൾ കുതിര ഇരിക്കുമ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ്സിനനുസരിച്ചുള്ള നമ്മുടെ നടപ്പ് നമ്മുടെ പോസ്ചറിനെ കറക്റ്റാക്കും, മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യും, മോഡറേറ്റായിട്ട്, സാവധാനമായിട്ട്. കൂടുതൽ സംഭവിക്കുന്നത് തലച്ചോറിനുള്ളിലെ നമ്മുടെ ന്യൂറൽ സിസ്റ്റം, നമ്മുടെ നാഡീവ്യവസ്ഥയെ അത് വളരെയേറെ മെച്ചപ്പെടുത്തും. കാരണം പുതിയ സൈനാപ്റ്റിക് കണക്ഷൻസ് ഉണ്ടാകേണ്ടി വരും. അത് ഇതിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച്. ഇപ്പം നമ്മൾ നേരെ നടന്നു പോകുന്നു, എന്നാൽ കുതിര മൂവ് ചെയ്യുമ്പോൾ കുതിരയുടെ മൂവ്മെൻറ്റിനനുസരിച്ച് നമ്മൾ അറിയാതെ തന്നെ മൂവ് ചെയ്യും. ഷോൾഡർ, നെക്ക്, അതോടൊപ്പം തലച്ചോറിനുള്ളിലെ കോശങ്ങൾ. അപ്പോൾ ഇതുവരെ പരിചയമില്ലാത്ത ഒരു കാര്യമാകുമ്പോൾ അതിനനുസരിച്ച് ബ്രെയിനിന് പുതുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇങ്ങനെയുള്ള ഒരു മൂവ്മെൻറ്റ് ബോഡിക്ക് അങ്ങനെ പരിശീലനമുള്ളതല്ല. അപ്പോൾ ബ്രെയിൻ അങ്ങനെയുള്ള ഒരു മൂവ്മെൻറ്റിന് പറ്റുന്ന തരത്തിലേക്ക് പുതിയ കണക്ഷൻസ് ഉണ്ടാക്കും. അത് പൊതുവെ മെമ്മറിക്ക് സഹായിക്കും. ADHD ഉള്ള കുട്ടികളിൽ ചിലർ ഇവിടെ ഞങ്ങളുടെ പരിശീലനത്തിനായിട്ട് ഇവിടെ വരുന്നുണ്ട്. വളരെ സാവധാനമുള്ള, ഇപ്പോൾ പേരൻസും കൂടെ അത് മനസ്സിലാക്കി, ഇൻഫറൻലി ഏബിൾ ആയിട്ടുള്ള, പക്ഷേ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ബുദ്ധിമാന്യം എന്നൊക്കെ തന്നെയാണ് അത് പറയുക. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് കൂടുതൽ സഹായമാകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. പക്ഷേ സാവധാനത്തിലാണ്.